സംഘർഷത്തിനും മഹായുദ്ധങ്ങൾക്കും കാരണമാകുന്ന ഘടകങ്ങളിൽ പ്രധാനപ്പെട്ട മൂന്നെണ്ണം മണ്ണും പെണ്ണും പൊന്നും ആണ്. അതിപ്പോഴത്തെ അവസ്ഥയല്ല, പുരാതന കാലം മുതലേ അങ്ങനെയാണ്. മഹാകാവ്യങ്ങൾ തന്നെ ഉണ്ടായിട്ടുള്ളത് അങ്ങനെയല്ലേ. ഹെലന് വേണ്ടി നടന്ന ഇലിയഡ് യുദ്ധവിവരണമാണ്, ഒരു മഹായുദ്ധത്തിൻ്റെ വിവരണമാണ്. സീതയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള രാമായണം വരുന്നത് അവിടെ ഒരു യുദ്ധ വിവരണമാണ്. പാഞ്ചാലിയുടെ പ്രതികാരം അത് മഹാഭാരത യുദ്ധത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇന്നും കാര്യങ്ങൾക്കൊന്നും വ്യത്യാസമില്ല. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ സംഘർഷ മേഖല എന്ന് പറയാവുന്നത് അത് ശബരിമലയാണ്. ശബരിമലയിലും പെണ്ണ് പൊന്ന് രണ്ട് വിഷയങ്ങളുമുണ്ട്. യുവതീ പ്രവേശം അവിടെ നിന്നാണ് ശബരിമല പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായത്. ഇപ്പോൾ പൊന്നിൻ്റെ അപഹരണം അത് ഒരു വലിയ വിഷയമായി മാറിയിരിക്കുന്നു. ഞാനിത് സൂചിപ്പിച്ചത് പ്രകൃതിയും സ്ത്രീയും അധികാരത്തിൻ്റെ അതിക്രമങ്ങൾക്ക് എന്നും വിഷയമാകുന്നു എന്നുള്ളത് കൊണ്ടാണ്. നമുക്ക് ധാരാളം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളുടെ അരക്ഷിതാവസ്ഥ, അവർ സഹിക്കേണ്ടി വരുന്ന ക്രൂരമായ പീഡനങ്ങൾ, അതൊക്കെ ഇന്നും വാർത്തയാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ: പ്രകൃതിയുടെയും സ്ത്രീയുടെയും അവകാശങ്ങൾ തങ്ങൾക്ക് മാറ്റിവയ്ക്കാവുന്ന അജണ്ട അല്ല എന്ന പ്രഖ്യാപനം സുപ്രീം കോടതിയിൽ നിന്ന് തന്നെ ഉണ്ടായി. ഈ ആഴ്ച കോടതിയുടെ നടപടികളെ ശ്രദ്ധേയമാക്കിയ സംഭവങ്ങളായിരുന്നു അവ. ഒന്ന്, ആരവല്ലി. കേരളത്തിന് പശ്ചിമഘട്ടം എന്നതുപോലെയാണ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ, രാജസ്ഥാൻ ഉൾപ്പെടെ, ആരവല്ലി മലനിരകളുടെ പ്രാധാന്യം. അത് എത്ര നിസ്സംഗമായിട്ടാണ് അതിലെ നിർവചനങ്ങളൊക്കെ കൊണ്ടുവന്ന് ആ നിർവചനങ്ങളുടെയും നിയമ ഭേദഗതികളുടെയും അടിസ്ഥാനത്തിൽ ആരവല്ലി കുന്നുകൾ ഇടിച്ച് തകർത്ത് ഖനനം, അതിനുള്ള അനുവാദം ഗവൺമെൻറ് കൊടുത്തത്. ആരവല്ലി കുന്നുകൾ ഇല്ലാതായാൽ എന്താണ് സംഭവിക്കുക? അതിന് വളരെ കൃത്രിമമായ, നമുക്ക് മനസ്സിലാക്കാൻ, നമ്മുടെ സാമാന്യ യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ചില നിർവചനങ്ങളൊക്കെ സർക്കാർ തന്നെയാണ് നൽകുന്നത്. ഏതായാലും ആരവല്ലി കുന്നുകളുടെ രക്ഷയ്ക്ക് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. മറ്റൊന്ന്, ഉന്നാവ എന്ന് കേൾക്കുമ്പോൾ ചില ഭീകരമായ ചിത്രങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഇന്നും വരുന്നുണ്ട്. 15 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയെ എപ്രകാരമാണ് അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് മർദ്ദിച്ച് അവശയാക്കി അവളുടെ ജീവനെടുത്തത്. അവളുടെ പിതാവിന് എന്ത് സംഭവിച്ചു? അയാൾക്കും ജീവത്യാഗം ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഉന്നാവയിലെ ആ പെൺകുട്ടിക്ക് നീതി ലഭിച്ചത് അതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക്, പ്രത്യേകിച്ച് അന്നത്തെ ഒരു BJP MLA കുൽദീപ് സിംഗ് സെൻഗാർ ഉൾപ്പെടെയുള്ളവർക്ക് ശിക്ഷ ലഭിച്ചപ്പോഴാണ്. ശിക്ഷ നിയമം അനുവദിക്കുന്ന പരമാവധി ശിക്ഷ തന്നെയാണ് ജീവപര്യന്തം. എന്ന് പറഞ്ഞാൽ 14 വർഷമല്ല, ജീവനുള്ള കാലത്തോളം തടവ്, അതാണ് ജീവപര്യന്തം. പക്ഷെ ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി വളരെ വിചിത്രമായ ചില വാദഗതികളൊക്കെ ഉന്നയിച്ചുകൊണ്ട് ഈ മുൻ BJP MLA സെൻഗാറിന് ജാമ്യം അനുവദിച്ചു. അതിനൊരു പ്രധാനപ്പെട്ട കാര്യം ഹൈക്കോടതിയാണെന്ന് ഓർക്കണം. അതും ഡൽഹി ഹൈക്കോടതിയാണ്. ഹൈക്കോടതി പറഞ്ഞത് MLA എന്ന് പറഞ്ഞാൽ ജനസേവകൻ അല്ല, പൊതുപ്രവർത്തകൻ അല്ല എന്നാണ്. ആണെങ്കിലും അല്ലെങ്കിലും എന്താണ് വ്യത്യാസം എന്നെനിക്ക് അറിഞ്ഞുകൂടാ. കോടതികൾക്കും തെറ്റുപറ്റാം. അതുകൊണ്ടാണ് കോടതി വിധികളെ വിമർശിക്കാം. പക്ഷേ ആ വിധി പ്രസ്താവിച്ച ന്യായാധിപൻ അല്ലെങ്കിൽ ന്യായാധിപ അവർക്കെതിരെ ദുസ്സൂചനകൾ പാടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എന്നുവെച്ചാൽ ജഡ്ജിയെ വിമർശിക്കരുത്, വിധിയെ വിമർശിക്കാം എന്നാണ് ഇതിൻ്റെ
രത്ന ചുരുക്കം കോടതി ഇലക്ഷൻ നിയമത്തിലെ പ്രധാനപ്പെട്ട ഒരു 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 കാര്യമാണത്. ഇപ്പോൾ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, നമുക്ക് ഈയിടെയായി കുറേയേറെ ചീഫ് ജസ്റ്റിസുമാരെ കാണേണ്ടി വന്നു. കാരണം പലരുടെയും കാലാവധി ഏതാനും മാസക്കാലമാണ്. സൂര്യകാന്ത് ഏതായാലും ഈ വർഷാവസാനം വരെ അവിടെ ഉണ്ടാകും ചീഫ് ജസ്റ്റിസ് ആയിട്ട്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യം, സുപ്രീം കോടതിയിൽ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് തന്നെ പ്രസ്താവിക്കുമ്പോൾ അതിന് പ്രത്യേകമായ അർത്ഥതലങ്ങളുണ്ട്. ന്യായാധിപന്മാർക്കും തെറ്റുപറ്റാം എന്നാണ് സൂര്യകാന്ത് പറഞ്ഞത്. കോടതിക്കും തെറ്റുപറ്റാം എന്ന് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞപ്പോൾ അതൊരു സ്വയം തിരുത്തൽ കൂടിയായി. കാരണം ആരവല്ലിയെ സംബന്ധിച്ച് സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജി തന്നെയാണ്, അല്ലെങ്കിൽ 2 ജഡ്ജിമാർ ചേർന്ന ബെഞ്ചാണ് ആരവല്ലി കുന്നുകളുടെ നശീകരണത്തിന്, വൻതോതിലുള്ള നശീകരണത്തിനും ക്ഷതമേൽപ്പിക്കലിനും കാരണമായി തീർന്നേക്കാവുന്ന ഖനനത്തിനുള്ള അനുമതി നൽകിയത്. അത് തെറ്റാണ് എന്ന് പിന്നീട് കോടതിക്ക് തോന്നിയാൽ ആ കോടതി അത് തിരുത്തുകയും വേണം. തിരുത്താൻ കഴിയാത്ത പല കാര്യങ്ങളൊക്കെ കോടതി ചെയ്യാറുണ്ട്. വധശിക്ഷ ശരിവെച്ച ഇന്ത്യയുടെ സുപ്രീം കോടതി തന്നെ, അല്ലെങ്കിൽ അവിടുത്തെ ന്യായാധിപന്മാർ തന്നെ അതിനുശേഷം പറഞ്ഞു, ഞങ്ങൾ വധശിക്ഷയ്ക്ക് വിധിച്ച പലരും ആ ശിക്ഷയ്ക്ക് അർഹരല്ല എന്നുകൂടി പറഞ്ഞു. തിരുത്താൻ കഴിയാത്ത തെറ്റാണത്. പക്ഷേ തിരുത്താൻ കഴിയുന്ന തെറ്റുകൾ തിരുത്തണം. അങ്ങനെ തിരുത്തിയത് ഇപ്പോൾ ജസ്റ്റിസ് പർദിവാല, അദ്ദേഹവും സുപ്രീം കോടതിയിലെ ഒരു മുതിർന്ന ന്യായാധിപനാണ്. അദ്ദേഹം 2028 മെയ്യിൽ ചീഫ് ജസ്റ്റിസ് ആകേണ്ട ആളാണ്. അങ്ങനെ ചീഫ് ജസ്റ്റിസ് ആയാൽ ജസ്റ്റിസ് പർദിവാല 2 വർഷം ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസായി സുപ്രീം കോടതിയിൽ ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ പല വിധിന്യായങ്ങളും സുപ്രീം കോടതി തിരുത്തുന്നുണ്ട്. തിരുത്തേണ്ടത് തിരുത്തണം, അല്ലാത്തത് നിലനിൽക്കണം. അടിയന്തരാവസ്ഥക്കാലത്ത് വളരെ കുപ്രസിദ്ധി ആർജിച്ച ഒരു വിധിന്യായം സുപ്രീം കോടതി പറഞ്ഞല്ലോ, ഹേബിയസ് കോർപ്പസ് കേസിൽ ജീവിക്കുന്നതിനുള്ള അവകാശം പൗരന് ഇല്ല എന്ന് പ്രഖ്യാപിച്ച അതിനീചമായ അപലപനീയമായ വിധിയാണ് അന്ന് സുപ്രീം കോടതിയിൽ അന്നത്തെ ജസ്റ്റിസ് ചന്ദ്രചൂഡ് ഉൾപ്പെടെയുള്ളവർ പ്രസ്താവിച്ചത്. ആ ചന്ദ്രചൂഡിൻ്റെ മകൻ ഇപ്പോൾ നമ്മുടെ കാലത്ത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി. അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആകുന്നതിന് മുമ്പ് തന്നെ തൻ്റെ പിതാവ് അടിയന്തരാവസ്ഥക്കാലത്ത് അടിയന്തരാവസ്ഥയെ ന്യായീകരിച്ചുകൊണ്ട് എഴുതിയ ഹേബിയസ് കോർപ്പസ് കേസിലെ വിധി തെറ്റായിരുന്നു, അത് നിരാകരിക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സ്വന്തം പിതാവിനെ പോലും വേണ്ടി വന്നാൽ പുത്രൻ തിരുത്തും. അതൊക്കെയാണ് നമ്മുടെ നിയമ സംവിധാനത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. ഇവിടെ 2 കേസുകൾ ഞാൻ ചൂണ്ടിക്കാണിച്ചത്, ഒന്ന് വടക്കേ ഇന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങളുടെ അവയുടെയൊക്കെ പ്രാണവായു എന്ന് പറയാവുന്ന ഒന്നാണ് ഈ ആരവല്ലി കുന്നുകൾ. ഇന്ത്യ ചരിത്രം പഠിച്ചിട്ടുള്ളവർക്ക് ഓർമ്മയിലുള്ള ഒരു പേരാണത്. അവിടെ കുന്നുകൾക്ക് കൃത്രിമമായ അപകടകരമായ നിർവചനം നൽകിക്കൊണ്ട്, പല കുന്നിൻ മേഖലയും ഒഴിവാക്കിക്കൊണ്ട് അവിടെയെല്ലാം ഈ ഭൂമാഫിയയ്ക്ക് അല്ലെങ്കിൽ ഖനന മാഫിയയ്ക്ക് നിർബാധം കടന്നു ചെല്ലുന്നതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. അത് ശരി എന്ന് ഒരു കോടതി പറഞ്ഞു, അല്ല എന്ന് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു. മറ്റൊന്ന് ഉന്നാവയിലെ UP ആണ് സംസ്ഥാനം. ആ പെൺകുട്ടിയുടെ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്കിപ്പോഴും പ്രയാസമുണ്ട്. മനസാക്ഷിയുള്ള ആർക്കും പ്രശ്നമുണ്ടാക്കുന്ന നടപടിയായിരുന്നു അത്. ആരാണ് ആ പെൺകുട്ടിയെ, 15 വയസ്സ് മാത്രം പ്രായമുള്ള ആ പെൺകുട്ടിയുടെ ജീവഹാനിക്ക് കാരണമായി തീർന്ന അത്യാചാരം നടത്തിയത്? അതൊരു BJP MLA നേതൃത്വം. എന്തൊക്കെയാണ് ഈ രാജ്യത്ത് സംഭവിക്കുന്നത്? അപ്പോൾ ആ കേസിൽ ആ MLA ശിക്ഷിക്കപ്പെട്ടു. അയാൾ 2 കേസിൽ ശിക്ഷ അനുഭവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ജാമ്യം കൊടുത്തെങ്കിലും അയാൾക്ക് ഉടനെ പുറത്തിറങ്ങാൻ കഴിയുമായിരുന്നില്ല. ആ ജാമ്യമാണ് ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ച് റദ്ദാക്കിയിരിക്കുന്നത്.
ഇതിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഈ നിയമവ്യവസ്ഥയുടെ, നീതിന്യായ വ്യവസ്ഥയുടെ, ജുഡീഷ്യൽ സംവിധാനത്തിൻ്റെ ഭംഗി അല്ലെങ്കിൽ അതിൻ്റെ വിശ്വാസ്യത എന്ന് പറയുന്നത് അപ്രമാദിത്വം ആർക്കുമില്ല. കോടതിക്കും തെറ്റുപറ്റാം. കോടതിക്കും തെറ്റുപറ്റാം എന്ന് പറയുമ്പോൾ ആ തെറ്റ് കോടതിക്ക് ബോധ്യമായാൽ തിരുത്തണം. ആ തിരുത്തൽ ഉണ്ടാകണമെങ്കിൽ ഒരു ആത്മപരിശോധന അവിടെ ആവശ്യമായി വരും. നമുക്ക് ഓരോ ചീഫ് ജസ്റ്റിസ് വരുമ്പോഴും ആ ചീഫ് ജസ്റ്റിസിൻ്റെതായ ഒരു ഫിലോസഫി നമ്മുടെ കോടതിയിൽ പ്രതിഫലിക്കും. കോടതി നടപടികളിലും വിധിന്യായങ്ങളിലും പ്രതിഫലിക്കും. അത് ഭരണഘടനയുടെ ചൈതന്യത്തിന് അനുസൃതമായിരിക്കണം എന്ന നിർബന്ധ ബുദ്ധി ഉള്ളത് കൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഉൾപ്പെടെയുള്ള വിധിന്യായങ്ങളെ നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുന്നത്. അത് അസ്വീകാര്യമാകുമ്പോൾ അതിനുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അത് ഇന്നല്ലെങ്കിൽ നാളെ കോടതിക്ക് കൂടി ബോധ്യമാകുമ്പോൾ കോടതി തന്നെ അത് സ്വയം തിരുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നു എന്നുള്ളത് അതീവമായ ആശ്വാസത്തിന് വക നൽകുന്ന ഒന്നാണ്.